എവരിവൺ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ SCERT പുതിയ പുസ്തകത്തിലെ 4ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം എന്ന ചാപ്റ്ററാണ് പഠിച്ചിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ് കേട്ടോ. ഡിഗ്രി പ്രിലിംസിനൊക്കെ ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇത് പുതിയ പുസ്തകം ആയതുകൊണ്ട് ചോദിക്കില്ല എന്ന് നിങ്ങൾ കരുതരുത്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ പുതിയ പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് പോകാം. അധികാരം വേർതിരിക്കൽ എന്ന തലക്കെട്ടോടുകൂടി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഇത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? അതൊരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളാണ്: എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ, അല്ലേ? എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. എന്ത് നിർവചിക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ, അതായത് ഇതിൻ്റെയൊക്കെ അധികാരത്തിനൊരു പരിധി വെച്ചില്ലെങ്കിൽ, ഏത് നിയമത്തിൻ്റെയും അധികാരത്തിനൊരു പരിധി വെച്ചില്ലെങ്കിൽ എന്താണ്? സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം പൂർണ്ണമായും അടിച്ചമർത്തലും ഉണ്ടാകും. അതായത് ഒരു സ്വേച്ഛാധിപത്യ ഭരണവും ഉണ്ടാകും, അടിച്ചമർത്തലും അവിടെ ഉണ്ടാകുമെന്നാണ് അംബേദ്കർ അഭിപ്രായപ്പെട്ടത്. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സഭ, നീതിന്യായ വിഭാഗം. അധികാരത്തെ എത്രയായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? 3 ആയിട്ട് വേർതിരിച്ചിരിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. അപ്പം ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ അധികാരത്തെ വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് നമ്മൾ മുകളിൽ കണ്ടു, അല്ലേ? ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെൻ്ററി ഭരണ സംവിധാനം, ഫെഡറൽ ഭരണഘടനയും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നമുക്ക് ഭരണഘടനയുടെ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരവും ചുമതലകളും ഒക്കെ ഒന്ന് പഠിക്കാം. ആദ്യം നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. എന്താണ് നിയമനിർമ്മാണ സഭ? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെൻ്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെൻറ്റ്. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. അപ്പം പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെൻറ്റ്. 2 സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം, അല്ലേ? നമുക്കറിയാലോ, ഒരു ബില്ല് പാസ്സായി, പാർലമെൻറ്റ് അത് ബില്ല് പാസ്സാക്കി കഴിയുമ്പോഴാണ്, രാഷ്ട്രപതി ഒപ്പിട്ട് കഴിയുമ്പോഴാണ് അത് നിയമമാകുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പാർലമെൻറ്റിൽ അത് പാസ്സായാൽ രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷമാണ് ആ ബില്ലൊരു നിയമമാകുന്നത്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതെ, നമുക്കറിയാം. ഈ അടുത്തിടെ എന്താ വന്നേ? വനിതാ ബില്ല് വന്നു, അല്ലേ? അതൊക്കെ പാർലമെൻറ്റ് കൂടി പാസ്സാക്കി.
ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് എങ്ങനെയാണ്? അതൊരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അതിന് ലോകസഭയുണ്ട്, രാജ്യസഭയുമുണ്ട്. അതെ, നമ്മൾ പറഞ്ഞായിരുന്നു അധോസഭയും ഉപരിസഭയുമൊക്കെ. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. അതായത് അത് പല ദേശത്ത് പല ഭാഷകൾ അല്ലെങ്കിൽ പല വൈവിധ്യത്തിലുള്ള ജനങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാകും. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ആരാണ് നിയമനിർമ്മാണം നടത്തുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളും. കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ ഇവിടെ പാർലമെൻറ്റ് അല്ലേ, പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. നമ്മുടെ രാജ്യത്തിനാവശ്യമായ എല്ലാ നിയമങ്ങളും നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. അപ്പം സംസ്ഥാനങ്ങളിലാണെങ്കിലോ നിയമനിർമ്മാണം നടത്തുന്നത് എവിടെയാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാമെന്ന്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്താണ്? നിയമനിർമ്മാണം പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പോൾ എന്തൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ? എൻ്റെ കൂടെ നിങ്ങളും പറഞ്ഞേ. നിയമനിർമ്മാണം, പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇവയെല്ലാമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി പാർലമെൻറ്റിൻ്റെ 2 സഭകളായ ലോകസഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചും നമുക്ക് പഠിക്കാം. പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോകസഭ. ലോകസഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് ജനങ്ങളാണ്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം എത്രയാണ്? 25 വയസ്സാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി എത്ര വർഷം? 5 വർഷം. അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് അധോമണ്ഡലമാണ്. ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. അതുപോലെ തന്നെ 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ലോകസഭയുടെ പരമാവധി അംഗബലം എത്രയാ? 550. എന്നാൽ നിലവിൽ 543, 2023 കണക്കാണ്. 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ലോകസഭയിൽ ഉള്ളത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യമോ ഉണ്ടായാൽ രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ലോകസഭയുടെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ.
ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാ? സ്പീക്കർ. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അതായത് മണി ബില്ലിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മുടെ ലോകസഭയ്ക്കാണ് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ലോകസഭയിൽ മാത്രം അവതരിപ്പിക്കുന്നതാണ് എന്ത്? ധനബില്ല്. മണി ബില്ലും അവിശ്വാസ പ്രമേയവും എവിടെയാണ് അവതരിപ്പിക്കുന്നത്? അത് ലോകസഭയിലാണ്. ഓക്കെ, ലോകസഭയെക്കുറിച്ച് പറഞ്ഞ ഓരോ പോയിന്റും നമുക്ക് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലൊന്നും കളയാനില്ല. ലോകസഭയെക്കുറിച്ച് മുഴുവനും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി രാജ്യസഭ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. ലോകസഭ അധോസഭയാണെങ്കിൽ രാജ്യസഭ എന്താണ്? ഉപരിസഭയാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് ഏത് സഭ? രാജ്യസഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാ? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായപരിധി 30 വയസ്സ്. ലോകസഭ 25 വയസ്സ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എങ്ങനെയാണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് രാജ്യസഭയിലെ. അപ്പം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പോൾ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എങ്ങനെയാണ്? ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, പിരിച്ചുവിടുന്നില്ല. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രാജ്യസഭയിൽ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പം വിരമിക്കും. ആ ഒഴിവുകളിലേക്ക് എന്ത് ചെയ്യും? പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് അല്ലേ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തവരെ കുറിച്ച് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ, അതുപോലെ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ, സാംസ്കാരിക രംഗത്ത് സ്പോർട്സിലൊക്കെ വരുന്നവരെ, നമ്മുടെ PT ഉഷ അങ്ങനെയുള്ളവരെയൊക്കെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തവരാണ്. അപ്പം ഈ 250-ൽ 238 പേരെ തിരഞ്ഞെടുക്കും. അതിലൊരു 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യും. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കാൻ പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം എവിടെ നിക്ഷിപ്തമാണ്? രാജ്യസഭയിൽ നിക്ഷിപ്തം. നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്നതാണ് അടുത്ത നമ്മുടെ തലക്കെട്ട്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുന്നതുമായ നിരവധി നടപടിക്രമങ്ങൾ നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല അല്ലേ. അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്.
അപ്പോൾ ഈ ഭരണഘടനയിൽ പറയുന്നതും അതിന് ശേഷം വീണ്ടും പിന്നീട് നമ്മൾ ഉണ്ടാക്കിയതുമായ പല നിയമങ്ങളും ഇവിടെ ഉണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയയിൽ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. പിന്നെ ബില്ലുകളെ കുറിച്ചാണ് പറയുന്നത്. ബില്ലുകൾ വിവിധ തരമുണ്ട്. നമ്മൾ മണി ബില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അതുപോലെ ബില്ലുകൾ എത്ര തരമുണ്ട്? പലതരം ബില്ലുകളുണ്ട്. അപ്പോൾ ബില്ലുകൾ വിവിധ തരമുണ്ട്. നമുക്കറിയാം, മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. ഗവൺമെൻറ് ബില്ലെന്ന് വെച്ചാൽ എന്താണ്? അത് മന്ത്രിമാരാണ് അവതരിപ്പിക്കുന്നത്. മന്ത്രി അല്ലാത്ത പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. സ്വകാര്യ ബില്ലെന്ന് വെച്ചാൽ മന്ത്രി അല്ലാത്ത പാർലമെൻറ്റിലുള്ള മറ്റൊരംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അത് ലോകസഭയിലാണ് അവതരിപ്പിക്കുകയുള്ളൂ. ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പം ലോകസഭയിൽ നമ്മളൊരു ബില്ല് അവതരിപ്പിച്ചു. അതെങ്ങനെ ഒരു നിയമമായി മാറും? അല്ലെങ്കിൽ നമ്മൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് എങ്ങനെയാണ് നിയമമായി മാറുന്നത് എന്നാണ് പറയുന്നത്. ധനബില്ലല്ലാത്ത ഏതൊരു ബിൽ, ഒന്നാം വായനയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാം വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാം വായന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ല് ഇരുസഭകളിലും, അതായത് രാജ്യസഭയിലും ലോകസഭയിലും ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്താ? ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായന. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ഒന്നാം വായനയിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ, അതായത് ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലുമാണ് കേട്ടോ. രണ്ടാം വായന എന്ന് പറയുമ്പം അതിൽ കമ്മിറ്റി ചർച്ച ചെയ്യുന്നു. അതിനെ നമുക്ക് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാമെന്നുള്ളതാണ് മൂന്നാം വായന. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായി മാറുന്നു. അപ്പോൾ ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കുക. അപ്പോൾ ഇപ്പോൾ ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കുന്നെങ്കിൽ അതിനുശേഷം ഇതെവിടെ ചെല്ലുന്നു? രാജ്യസഭയിൽ ചെല്ലുന്നു, തുടർ നടപടികൾ എടുക്കുന്നു. ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നെങ്കിൽ അത് ഇങ്ങോട്ട് പോകുന്നു, ലോകസഭയിലേക്ക് പോകുന്നു, തുടർ നടപടികൾ എടുക്കുന്നു. ഇതിന് ശേഷം ഇരു സഭകളും ഇത് അംഗീകരിക്കണം. ലോകസഭയും രാജ്യസഭയും നമ്മൾ കൊടുക്കുന്ന ബില്ല് അംഗീകരിക്കുകയും ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെച്ചാൽ മാത്രമാണ് ആ ബില്ല് ഒരു നിയമമായി മാറുകയുള്ളൂ. ഇവിടെ നമുക്ക് ഭരണഘടനാ ഭേദഗതികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 61 ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. അപ്പം 61 ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? 18 വയസ്സ് പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. 86 ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. എന്താണ് 86 ഭരണഘടനാ ഭേദഗതി? വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതാണ്. 101 ഭേദഗതി എന്താണ്? അത് ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നതാണ് 101 ഭേദഗതി.
ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം എവിടെയാണ്? അത് പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പാർലമെൻറ്റിനാണ് അതിൻ്റെ അധികാരം. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരം പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് അധികാരമെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദമൊന്നും നമ്മൾ മേടിക്കേണ്ട. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. ഈ ബില്ലൊരു നിയമമാകണമെങ്കിൽ നമുക്ക് ഇരുസഭകളുടെയും ലോകസഭയുടെയും അതുപോലെ തന്നെ രാജ്യസഭയുടെയും അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ സംയുക്ത സമ്മേളനം ഒന്നും നമ്മൾ ചേരുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഈ ഭേദഗതി നിയമം നമ്മൾ കൊണ്ടുവന്നു. ഇത് ഭരണഘടനയുടെ ഏതെങ്കിലും വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറി, നിയമത്തിന് അധികാരമുണ്ട്, അല്ലേ? നീതിന്യായം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ പരിചയപ്പെടാം. അപ്പോൾ ഭേദഗതി രീതികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 തരത്തിലാണ് നമുക്ക് ഭേദഗതി രീതികളുള്ളത്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. 3 തരം അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായ ഭേദഗതിയും അതിദൃഢമായ ഭേദഗതിയും. അയവുള്ള ഭേദഗതി എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളിൽ പാർലമെൻറ്റിന് അതായത് അവിടെ ഉള്ളവരുടെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായി നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം. ഉദാഹരണത്തിന് സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തികൾ, അതുപോലെ പൗരത്വം തുടങ്ങിയ കാര്യങ്ങളിൽ. ഇനി ദൃഢമായത്, അതായത് ചെറിയ ദൃഢമായതെന്ന് വെച്ചാലോ, ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതായത് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നുവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിന് ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് അതിദൃഢമായ ഭേദഗതി. അതിദൃഢമായ ഭേദഗതി എന്താ? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെയും അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പോൾ ചില അതിപ്രധാനമായ വകുപ്പുകൾ അതിലൊക്കെ എങ്ങനെയാണ്? ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും വേണം, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഈ ഭേദഗതിക്ക് ആവശ്യമാണ്. അവരും കൂടി ഇതിനെ അംഗീകരിച്ചാൽ മാത്രമേ ഇതൊരു പ്രാബല്യത്തിൽ വരുള്ളൂ. അപ്പം അതിനുദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പം 3 തരത്തിലുണ്ട്: അയവുള്ളത്, ദൃഢമായത്, അതിദൃഢമായത്. ഓക്കെ, അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. വിഭാഗം:
നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ എന്താണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും ഭരണനിർവഹണം ഇവയെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് ചെയ്യുന്നത്. അതിനെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെ വരും? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ ഇവരൊക്കെയാണ് ഇവിടെ വരുന്നത്, കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പം നമ്മുടെ ഈ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? രാഷ്ട്രപതിയിലാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തിനെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. സ്ഥിരം എക്സിക്യൂട്ടീവിൽ വരുന്നത് ആരൊക്കെയാണ്? അത് ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് കാര്യങ്ങൾ നടത്തേണ്ട ആളുകൾ അല്ലേ. അഖിലേന്ത്യാ സർവീസ് വരും, കേന്ദ്ര സർവീസ് വരും, സംസ്ഥാന സർവീസ് വരും. അതായത് ഉദ്യോഗസ്ഥ വൃന്ദം, ഉദ്യോഗസ്ഥരുടെ കൂട്ടം അല്ലേ, അവരാണ് സ്ഥിരം എക്സിക്യൂട്ടീവിൽ വരുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇനി ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നു: നാമമാത്ര എക്സിക്യൂട്ടീവ്, യഥാർത്ഥ എക്സിക്യൂട്ടീവ്. അതിൽ നാമമാത്ര എക്സിക്യൂട്ടീവിൽ വരുന്നത് രാഷ്ട്രപതിയാണ്. അതായത് എന്താ, രാഷ്ട്രപതിയുടെ ആ അധികാരം അദ്ദേഹത്തിൻ്റെ നാമമാത്രമായ അധികാരം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ യഥാർത്ഥ എക്സിക്യൂട്ടീവ്, കാര്യങ്ങൾ നടത്തുന്നതും ചെയ്യുന്നതും എല്ലാം എന്താണ്? പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന മന്ത്രിസഭയും ചേർന്നിട്ടാണ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അപ്പം നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ ഇവരെല്ലാം ചേരുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനെങ്കിലും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ചിലയിടത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇപ്പം ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാ? അത് രാഷ്ട്രപതിയാണല്ലേ. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 35 വയസ്സായ ഇന്ത്യൻ പൗരനാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള പ്രായം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അത് ഇലക്ടറൽ കോളേജ് വഴിയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം കേട്ടോ.
രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്. ഇനി പ്രധാനമന്ത്രിയെക്കുറിച്ച് നോക്കാം. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും അധികാരം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രിക്കാണ് ഇവിടെ റോള് കൂടുതൽ വരുന്നത് അല്ലേ. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. ആരെങ്കിലും മുന്നണി മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഇനി രാഷ്ട്രപതിയെ ഭരണനിർവഹണ വിഭാഗത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. അപ്പം രാഷ്ട്രപതിയെ ഇവിടെ ഭരണം നടത്താൻ സഹായിക്കുന്ന ഒരു സമിതിയാണ് എന്തെന്ന് പറയുന്നത്? മന്ത്രിസഭ. ഈ മന്ത്രിസഭയുടെ തലവൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ് അല്ലേ. അപ്പം മന്ത്രിസഭയുടെ ചുമതലകൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ? രാജ്യഭരണം നിർവഹിക്കുക അല്ലേ. മന്ത്രിസഭ പല മന്ത്രിമാരായിട്ട് തിരിഞ്ഞ് സഹമന്ത്രിമാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ വകുപ്പുകൾ കൊടുത്ത് ആ വകുപ്പുകളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. അതില്ലേ ഉദ്യോഗസ്ഥർ വഴി അത് നടപ്പാക്കുന്നു. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇവയൊക്കെയാണ് എന്ത്? മന്ത്രിസഭയുടെ ചുമതലകൾ. മന്ത്രിസഭയുടെ ചുമതലകൾ ബോക്സിൽ തന്നിരിക്കുന്നത് കൊണ്ട് ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. കാരണം എങ്ങാനും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എഴുതണം. ഇനി സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിലും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് അല്ലേ. ഗവൺമെൻറ്റുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? ഓഫീസും ഓഫീസേഴ്സും വേണം. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കാനും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഈ ഉദ്യോഗസ്ഥരുടെ കൂട്ടമാണ് അല്ലേ. അവരില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമോ? ഇല്ല. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ അല്ലേ. അപ്പം നമ്മളെപ്പോലെയുള്ളവർ പഠിച്ച് അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് ഈ ബ്യൂറോക്രസിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളും പ്രയത്നിക്കുന്നത്. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാൽ ഇവരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു അല്ലേ. മന്ത്രിസഭയാണെങ്കിൽ മാറി വരും 5 വർഷം കഴിയുമ്പോൾ. പക്ഷേ ഉദ്യോഗസ്ഥരെങ്ങനെയാണ്? അവർക്കൊരു റിട്ടയർമെൻറ്റ് കാലാവധി വെച്ച് അതുവരെ അവർ ഗവൺമെൻറ്റിന് വേണ്ടി സേവനം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഈ നീതിന്യായ വിഭാഗം ജുഡീഷ്യറി അല്ലേ. അപ്പോൾ നമ്മുടെ ഫോട്ടോ തന്നിരിക്കുന്നത് അറിയാലേ. നീതി ദേവതയുടെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും പിക്ചറാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു. അത് ഉറപ്പുവരുത്തുന്നതാണ് ആര്? നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നീതിന്യായ വിഭാഗമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ സുപ്രീം കോടതിയെ പറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി. അതിന് താഴെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി, ജില്ലകളിൽ ജില്ലാ കോടതി, താഴെ കീഴ്ക്കോടതികൾ.
ഓക്കെ, ഇനി സുപ്രീം കോടതിയെ പറ്റി നോക്കാം. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. എന്നാൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സ് വരെ. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് പ്രായം 65 വയസ്സ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും, സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നതും രാജിവെക്കുന്നതും ആരുടെ മുൻപാകെയാണ്? രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്കും പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്നു. അപ്പം മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സുപ്രീം കോടതിയെയാണ്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. അതായത് ഈ കേസുകൾ എവിടെ കൈകാര്യം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? സുപ്രീം കോടതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളൊക്കെ. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതായത് നമ്മൾ ഹൈക്കോടതിയിലൊക്കെ കേസ് കൊടുത്തു, നമുക്കതിന് അവിടുന്ന് ഉചിതമായ നടപടികൾ കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യും? അതുമായിട്ട് അപ്പീൽ കൊടുക്കും. എവിടെ? അതിന് മുകളിലുള്ള കോടതി, അപ്പോൾ സുപ്രീം കോടതിയിൽ. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അത് നമുക്കറിയാം, 5 തരം റിട്ടുകളൊക്കെ ഉണ്ട് ല്ലേ. പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പോൾ എന്താ ഈ നീതിന്യായ പുനരവലോകനം? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. ഓക്കെ, ഇനി പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാരപ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കാൻ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിലൂടെ വിഭജിച്ച് നൽകുന്നത്. എവിടെയാണ്? നീതി, കാര്യനിർവഹണം, അതുപോലെ തന്നെ നിയമം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. രാഷ്ട്രപതി നമ്മൾ പഠിച്ചു, പ്രധാനമന്ത്രി പഠിച്ചു, പാർലമെൻറ്റ്, സുപ്രീം കോടതി, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാഠം എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് കേട്ടോ. വളരെ നല്ലൊരു പാഠമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു പാഠമാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകത്തിലെ പുതിയൊരു അധ്യായമായിരുന്നു നമ്മൾ പഠിച്ചത്, 4ാമത്തെ അധ്യായം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.